അയ്യപ്പേട്ടാ, മന്ത്രി സജി ചെറിയാൻ വീണ്ടും മന്ത്രി കസേര തെറിക്കാനുള്ള രാജയോഗം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. മന്ത്രിസ്ഥാനം തെറിക്കുന്ന രാജയോഗമല്ല അല്ലെ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇടയ്ക്കൊരു ഭൂഷണം പോലെ ഇടക്കിടക്ക് പുറത്തോട്ട് പോകും, അതിലേറെ പകിട്ടോടെ തിരിച്ചു വരും. അതാ ഞാൻ രാജയോഗം എന്ന് പറഞ്ഞത്. അത് രാജയോഗമല്ല, തിരിച്ചു വരണമായിരിക്കും നിങ്ങൾ രാജയോഗം. അതെ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നാവ് അദ്ദേഹത്തിന് ഭയങ്കര ശുക്രന്റെ ഫലം നൽകാറുണ്ട്. അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പണിയും പോവും, ചിലപ്പോൾ തിരിച്ചും കിട്ടും. അപ്പോൾ ഈ ഒരു 2 തവണ അദ്ദേഹം രാജിവെച്ച് പോയെങ്കിലും അദ്ദേഹത്തിനെ മാറ്റണമെന്നൊരു തീരുമാനം പിണറായി വിജയന്റെ മനസ്സിൽ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാർ പറയുന്ന തെറിക്കാൻ സാധ്യതയുള്ള കസേരകളിൽ, അതായത് 3 മന്ത്രിമാരെ തെറിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ആ 3 മന്ത്രിമാരെ തെറിപ്പിക്കുമെന്ന് പറയുന്നതിൽ ഒരാൾ സജി ചെറിയാനാണെന്നും മറ്റൊരാൾ വാസവനാണെന്നും പറയുന്നുണ്ട്. അതിൽ വിശ്വസിക്കാൻ ചെറിയ ബുദ്ധിമുട്ട് വാസവന്റെ കാര്യത്തിലാണ്. വാസവൻ പിന്നെയും ഒരുവിധം പെർഫോം ചെയ്യുന്ന ഒരു മന്ത്രി തന്നെയാണ്. തുറമുഖമൊക്കെ വാസവനല്ലേ. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് സജി ചെറിയാൻ്റെ കാര്യമാണ്. സജി ചെറിയാൻ്റെ നാവ് പിഴ കൊണ്ട് പറ്റിയിട്ടുള്ളത് ഒന്ന് കുന്തവും കുടച്ചക്രവും അല്ലേ, അത് ആ വിഭാഗത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നു. രണ്ടാമത് അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ എക്സൈസുമായി ഉണ്ടായിരിക്കുന്ന ഞാൻ ഈ പറയുന്നത് ഇറങ്ങിയ വിഷയമല്ല, നമ്മുടെ ഇവരുടെ കായംകുളം MLA പ്രതിഭാഹരിയുടെ കനിവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊച്ചുംപ്രായത്തിൽ ഇതൊക്കെ വലിച്ചിട്ടുള്ളത് തന്നെ കഞ്ചാവൊക്കെ അല്ല, പെറ്റ അമ്മയോട് അത് മൂന്നാമത്തത്. ഈ ആശാ വർക്കർമാർ എന്തിനിങ്ങനെ കിടന്ന് സമരം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ കിട്ടണമെന്നും പോരെ ആൾക്കാർക്ക് പെൻഷൻ 2 മാസം മുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവാൻ എന്നിങ്ങനെയുള്ള ആ വിവാദമായ പരാമർശങ്ങൾ. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് AK ബാലൻ സാംസ്കാരിക മന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ അത്തരത്തിൽ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എന്നിട്ട് അത് പുറത്തു വരുന്നത് സജി ചെറിയാൻ്റെ കാലത്താണ്. അപ്പോൾ സജി ചെറിയാനെ സംബന്ധിച്ച് സജി ചെറിയാൻ ഒരു ഏരിയ പിടിക്കലിൻ്റെ ഒരാളും കൂടെയാണ്. ഈ പറയുന്ന ഈ ഒരു അവാർഡ് തന്നെ ചടങ്ങാണെങ്കിലും ഈ ഒരു താരങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കണം. അതായത് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് രാഷ്ട്രീയക്കാരനും സിനിമാക്കാരനും ഒരുമിച്ച് ഒരു വേദി നിൽക്കത്തില്ല. കാര്യം തങ്ങളിൽ ആരാണ് പ്രഭയുള്ളത് എന്ന് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഈ പ്രഭകൾ വന്നിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഇത് ഏത് പ്രഭയാണ് ഏറ്റവും മിനുങ്ങുന്നത് എന്നുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനസ്സിൽ അങ്ങനെ ഇപ്പം എൻ്റെ പ്രഭയിൽ ഇവൻ ഷൈൻ ചെയ്യണ്ട എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരൻ പിൻവലിയും, അല്ലെങ്കിൽ സിനിമാക്കാരൻ അവിടുന്ന് പിൻവലിയും. അപ്പോൾ ഇത്തരത്തിൽ സിനിമാക്കാർ ഉള്ളൊരു ഫംഗ്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നടി വരട്ടെ, ഇരുന്ന സീറ്റിൽ നിന്ന് മാറി വന്നിരുന്ന് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെ, എവിടെ പോയിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പഞ്ചാരകൾ ഇങ്ങനെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അല്ല, ചില താരങ്ങളെ സംബന്ധിച്ച് അവർ ലൈറ്റ് ബോയ്സിനെ തുടങ്ങി അങ്ങേയറ്റം സംവിധായകൻ്റെ വരെ സൂപ്പിയിൽ കേട്ടിട്ടുള്ള ആൾക്കാരാണ്. കാര്യം ഇപ്പോൾ ശോഭനയെന്നിരിക്കട്ടെ, ശോഭനയൊന്നും കാണാത്ത സംവിധായകർ കാണില്ല. അവരെ പ്രതിഭയ്ക്കൊപ്പം അവർക്ക് അനുഭവം ഉണ്ടാവും. പല താരങ്ങളെ സംബന്ധിച്ച് പ്രതിഭ കൂടുന്തോറും അനുഭവം കൂടും. ഇത്തരത്തിലുള്ളവരൊക്കെ പോയിരുന്ന് ചളു പഠിക്കണമെന്നും ഒരു കുറവില്ല. ഈ ചളു എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി, അതിൻ്റെ ആ റിപ്പോർട്ട് തയ്യാറാക്കിയതിനുള്ള വിവാദങ്ങളിലൊക്കെ ഒരുപാട് വിടുവായിത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് നിശബ്ദം വീക്ഷിക്കാൻ ഒരുപാട് തലകൾ ഇവിടെയുണ്ട്. ഒരാളെ മന്ത്രിയാക്കിയാൽ അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥലങ്ങളിൽ എത്തിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുണ്ട്. ഒരാളെ ഇപ്പോൾ വിഷ്ണുനാഥിനെ ഉമ്മൻചാണ്ടി തിരഞ്ഞെടുത്ത പോലെ, ഷാഫിയെ ഉമ്മൻചാണ്ടി തിരഞ്ഞെടുത്ത പോലെ, ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത പോലെ ഇവരെയൊക്കെ സ്ഥാനങ്ങളിൽ ഇരുത്തിയിട്ട് വാച്ച് ചെയ്യുന്ന ആളുണ്ടാവും. അത്തരത്തിൽ സജി ചെറിയാൻ്റെ പലപ്പോഴുമുള്ള സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള പ്രയോഗങ്ങൾ സജി ചെറിയാൻ ഒരു അവമതിപ്പ് പാർട്ടിക്കകത്തുണ്ട്. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇരുത്തിരിക്കുന്നു വെച്ചാൽ, പിണറായി വിജയൻ എന്ന നേതാവിന് 15 കൊല്ലം പാർട്ടി സെക്രട്ടറിയായി അദ്ദേഹം ഇരിക്കുന്നതിൽ ഓരോ ജില്ലകളിലും ഓരോ പിണറായിമാരായിട്ട് അദ്ദേഹം ഇരുത്തിയിരുന്ന ആൾക്കാരിൽ ഒരാളാണ് സജി ചെറിയാൻ. ആലപ്പുഴയിലെ വിഭാഗീയതയുടെ ഏറ്റവും വലിയ ചുക്കാൻ പിടിച്ച ആൾ ഇപ്പോഴും സജി ചെറിയാൻ തന്നെയാണ്. ഈ ആലപ്പുഴയിലെ കുത്തിത്തിരിപ്പിന്റെ ആശാനാണ്. അങ്ങനെ വരുമ്പോൾ ഐസക്കിനെയൊക്കെ ഒരു മൂലയിലിരുത്തി. ഐസക്ക് ഇപ്പൊ മത്സരിച്ച ഓർമ്മയുണ്ടല്ലോ, പത്തനംതിട്ട മത്സരിച്ച ഓർമ്മയുണ്ടല്ലോ, പൊട്ടിത്തരിപ്പണമായി ഈ ലോക്സഭാ ഇലക്ഷനിൽ. അതിൻ്റെയൊക്കെ ബ്രെയിൻ ഇദ്ദേഹത്തിൻ്റെയാണ്. എന്തിനാണ് വെറുതെ കൊണ്ട് അവിടെ നിർത്തിയത്? ഐസക്കിന് ലോകസഭയിൽ, അതായത് പിണറായിക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ ലോകസഭയിലേക്ക് പറഞ്ഞയക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. കാര്യം ആദ്യം പിണറായി തീരുമാനിച്ച, അത് പറയുമ്പോൾ നമുക്കൊന്നുകൂടെ പറയണം, ആദ്യം തീരുമാനിച്ച ശൈലജ ടീച്ചറായിരുന്നു. എത്രയും പെട്ടെന്ന് കെട്ടിച്ച് വിടണമെന്ന് വിചാരിച്ചു. അത് നടന്നില്ല. ശൈലജ ടീച്ചർ തോറ്റു. അത് ഇവരുടെ ഇതിനകത്ത് ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അതിലിപ്പോൾ ആകപ്പാടെ വേഗ് ഇരിക്കുക. കാര്യം അത്തരത്തിൽ പണിയാണ് ചെയ്തത്. ഈ കാഫർ പ്രയോഗം ഒരു അധ്യാപകൻ്റെ മൊബൈലിൽ നിന്ന് പോയി, പാർട്ടിയുടെ യൂണിയനിൽപ്പെട്ട ഒരു അധ്യാപകൻ്റെ മൊബൈലിൽ നിന്ന് പോയി, അത് വെളിയിൽ വന്നിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ സജി ചെറിയാൻ എന്ന മന്ത്രി, സാംസ്കാരിക മന്ത്രി
മുഖ്യമന്ത്രിയുടെ റഡാറിൽ ഇങ്ങനെ സഹിച്ച് കൊണ്ടുനടക്കാൻ കുറഞ്ഞിട്ട് കുറേ നാളായി. അപ്പോൾ വീണ ജോർജിന് അവരുടെ ഭർത്താവ് ഈ മധ്യ കേരളത്തിൽ ഒരു മന്ത്രിമാരുടെ മാറ്റം പിണറായി വിജയൻ മനസ്സിൽ കാണുന്നുണ്ട്. കാര്യം ഇത് പറയാൻ കാര്യം സജി ചെറിയാൻ ചേട്ടൻ പറഞ്ഞു വരുന്നത് വീണ ജോർജ് ആണ് ഇപ്പൊ സജി ചെറിയാൻ പാരയാവുന്നത് എന്നാണ്. അല്ല, വീണ ജോർജിനെ എന്ത് വന്നാലും മുഖ്യമന്ത്രി മാറ്റാനുള്ള സാധ്യത കുറവാണ്. കാര്യം മാറ്റണമെന്ന് മനസ്സിൽ തീരുമാനിച്ചപ്പോൾ തന്നെ അവരുടെ ഹസ്ബൻഡ് ഒരു വലിയ സമുദായത്തിൻ്റെ ആളാണ്, ഈ ക്രിസ്ത്യൻ സമുദായത്തിന്റെ തന്നെ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു വോട്ട് ബാങ്ക്, ഒരു സ്വാധീനം ഉണ്ട്. പക്ഷെ ആ ഒറ്റക്കാര്യം, പക്ഷെ അദ്ദേഹത്തിനെതിരെ ഒരു വലിയ അപമതി. ഇപ്പൊ ഇന്ന് 100ാം ദിവസമാണ് ആശമാരുടെ സമരം. അവർ കാണാനായി അവരുടെ ഔദ്യോഗിക മന്ദിരത്തിൽ, അതായത് നമ്മൾ കരം കൊടുക്കുന്ന, നമ്മൾ തന്നെ പിന്നെ മന്ത്രിമാർക്ക് വേണ്ടി നമ്മുടെ പൈസയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മന്ദിരമാണ്. അത് താമസിക്കുമ്പോൾ ഒരു വാടകക്കാരന്റെ വില മാത്രമേ ഉള്ളൂ. അത് സർക്കാരിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടേതാണ്, നമ്മുടെ കാശിന്റെ പുറത്തുള്ളതാണ്. അവിടെ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ജോലിക്കാരോട് പെരുമാറുന്ന പോലെ ഇവരുടെ ഭർത്താവ് പെരുമാറി എന്നൊരു ഭാഷ്യം വന്നിട്ടുണ്ട്. പിന്നെ അവിടെ അവരുടെ മണ്ഡലത്തിൽ തന്നെ ഒരു റോഡ് പണിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവ് കാണിച്ച ഒരു വല്ലാത്ത പട്ടി ഷോയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ എല്ലാവരും വിചാരിക്കുന്ന പോലെയല്ല. CPM-നെ സംബന്ധിച്ച്, ഒരു നേതാവിനെ സംബന്ധിച്ച് എല്ലാ ഭാഗങ്ങളിലും കണ്ണുണ്ടാവും. ചായക്കടയിൽ ചായ കുടിക്കുന്നത് മുതൽ അങ്ങേയറ്റം 5 സ്റ്റാർ ഹോട്ടലിലെ പിന്നെ കത്തിയും മുള്ളും ഉപയോഗിച്ച് കഴിക്കുന്നത് വരെ കണക്കിലുണ്ടാവും. അതുകൊണ്ട് അത് അങ്ങനെയുള്ളൊരു വാച്ചിങ് ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഫലത്തിൽ ഞാൻ ചോദിക്കുന്നത്, സജി ചെറിയാനെ മാറ്റുക എന്ന് പറയുമ്പോൾ ഒട്ടും പെർഫോം ചെയ്യാത്ത ഒരു മന്ത്രി വീണ ജോർജ് അല്ലേ? വീണ ജോർജിനെ അവർ സംരക്ഷിക്കും, അത് ഉറപ്പാണ്. ഈ സമുദായത്തിന്റെയും പത്തനംതിട്ട പോലൊരു സ്ഥലത്ത് കോൺഗ്രസിന്റെ അപ്രമാദിത്വം മധ്യ കേരളത്തിൽ നടക്കുമ്പോൾ, അല്ല കോൺഗ്രസിന്റെ അല്ല, ഇപ്പോൾ എന്ത് വന്നാലും മുൻകാലങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് എന്തുകൊണ്ട് വീണ ജോർജിനെ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ നേരത്തെ ശിവദാസൻ നായരൊക്കെ ജയിച്ചിരുന്ന മണ്ഡലമാണ്. ശിവദാസൻ നായർ വോട്ടും അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ KPCC പുതിയ അധ്യക്ഷനായി സണ്ണി എന്ന് പറയുന്ന സണ്ണി വക്കീലിനെ കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മധ്യ കേരളത്തിൽ കോൺഗ്രസിന് നഷ്ടമായ വോട്ട് പിടിക്കുക. കാര്യം BJP ഇപ്പോൾ കൃസംഗികൾ ഒരുപാടായി. BJPക്ക് ഇപ്പോൾ ഒരുപാട് അനുഭവങ്ങളുടെ പുറത്ത് അവരുടെ തന്നെ കുട്ടികളെ പല പിന്നെ ലവ് ജിഹാദിലും പെട്ടുപോയ കഥകൾ ഒരുപാട് നമ്മൾ അറിയുന്നുണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഭരണത്തലപ്പത്ത് കോൺഗ്രസിനെ കൊണ്ടൊരു പ്രയോജനമില്ല എന്ന് ലോകസഭയിൽ ഷാർപ്പായിട്ടുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസ് പോക്കാണ് എന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് പ്രാക്ടിക്കൽ ബുദ്ധിയുടെ ആൾക്കാരായിട്ടുള്ള ക്രിസ്ത്യൻസ്, അതായത് പല സമുദായക്കാർ, അവർ ഈ പറയുന്ന പോലെ BJP-യുമായി ഏതാണ്ട് അടുത്ത് കഴിഞ്ഞു. അതിൻ്റെ ഫലമാണ് 1,00,000 വോട്ടിന് വരെ സുരേഷ് ഗോപി ജയിച്ചത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ മധ്യ കേരളത്തിൽ പോയ വോട്ട് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ശരിയാവട്ടെ. അപ്പോൾ അത്തരത്തിൽ വീണ ജോർജ് എന്ന് പറയുന്ന നേതാവിനെ ഇറക്കിയാൽ, കാര്യം റിയാസിൻ്റെ നിർദ്ദേശമായിരുന്നു ഈ വീണ ജോർജിനെ മന്ത്രിയാക്കുന്നത്. ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും കാര്യം വീണ ജോർജിനെ സംബന്ധിച്ച് അവർ റിപ്പോർട്ടിങ്ങിനൊന്നും പോയിട്ടുള്ള ഒരു പത്രപ്രവർത്തകയല്ല. അവർ ഡെസ്കിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ പറയുന്ന പ്രോംപ്റ്ററിലൂടെ കണ്ട് ഒരു ജസ്റ്റ് പ്രസന്റർ മാത്രമാണ്. അല്ലാതെ അവരൊരു ജേർണലിസ്റ്റ് അല്ല. ഒരു ജേർണലിസ്റ്റ് ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മന്ത്രിയായി ഇരിക്കാൻ കഴിയില്ല. ഇത്രയും സമ്മർദ്ദങ്ങൾക്കിടയിൽ സ്വത്വം മനസ്സിലാക്കി രാജി എന്ന് എഴുതി കൊടുത്തേനെ. അപ്പോൾ ഇത്രയും നമുക്ക് പറയാനുള്ളൂ. പിണറായി വിജയന്റെ മുഖം മിനുക്കൽ അഥവാ നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത ഇവരെയൊക്കെ മാറ്റുമെന്നാണ് കേട്ടത്. പക്ഷെ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പ്രദീപിനെ കൊണ്ടുവച്ചതുപോലെ ചിലപ്പോൾ പിന്നെ ഇതൊന്നും ചെയ്യാതിരിക്കാനുള്ള സാധ്യതയും ചിലപ്പോൾ തെളിയും എന്നൊരു ക്ലോസ് കൂടെ നമുക്കതിൽ പറയേണ്ടി വരും. നമുക്കതിനെ ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ സജി ചെറിയാൻ അനഭിമതനായി കഴിഞ്ഞു എന്നൊരു വാർത്ത കൂടെ പുറത്തുനിന്ന് വരുന്നുണ്ട്.